കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി തന്നിരിക്കുന്ന വചനം സങ്കീർത്തനങ്ങൾ 34 ആമേൻ അതിൻ്റെ 5-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കാം. സങ്കീർത്തനം 34 അതിൻ്റെ 5-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കാം. അവരുടെ മുഖം ലജ്ജിച്ചു പോയിരുന്നില്ല. ഈ എളിയോ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. മതി, പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ദൈവം അനുഗ്രഹിക്കണമേ. നിന്റെ കുഞ്ഞുങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 34-ാം സങ്കീർത്തനത്തിന്റെ കർത്താവേ, 5, 6, 7 തുടർന്നുള്ള വാക്യങ്ങളെ കർത്താവേ ധ്യാനിക്കുവാനുള്ള കൃപ അടിയൻ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ആരെങ്കിലും കർത്താവേ ഭവനത്തിലോ സഭയിലോ ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസത്തിലുമായിരിക്കുന്നു എങ്കിൽ കർത്താവേ നീ വചനമയച്ച് നിന്റെ മക്കളെ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കുവാനും മനുഷ്യപുത്രനുമല്ലായികയാൽ എന്ന് കർത്താവേ ഈ ആരാധനയിൽ തന്നെ നിന്റെ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സങ്കീർത്തനം 34-ന്റെ 5-ാം വാക്യം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ദൈവത്തിലേക്ക് നോക്കിയവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല. പ്രൈസലാൽ അത് പ്രകാശമായി കൊണ്ട് തന്നെ ഇരിക്കും. പ്രൈസലാൽ ആമേൻ. ആരംഭത്തിൽ ചിലപ്പോൾ കഷ്ടങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. ഇറങ്ങി തിരിച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രയാസം വരും, പ്രയാസങ്ങളും കഷ്ടതകളും വരും. അത് ദൈവത്തിന്റെ ആമേൻ ഹിതപ്രകാരമുള്ളതല്ല. ഈ ലോകത്തിലെ ദുഷ്ടനാകുന്ന പിശാചി നീ ദൈവത്തിലേക്ക് നോക്കാതെ ഇരിക്കുവാൻ, ദൈവത്തെ ആരാധിക്കാതെ ഇരിക്കുവാൻ, വിശുദ്ധ ജീവിതം നയിക്കാതെ ഇരിക്കുവാൻ ദൈവത്തിൽ നിന്ന് തെറ്റിപ്പിക്കുന്ന ഒരു അന്ധകാരത്തിന്റെ ശക്തിയാണ് പിശാചി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നീ അവനോട് എതിർത്ത് നിൽക്കണം. ആമേൻ. എന്നാൽ അവൻ നിന്നെ വിട്ടോടിപ്പോകും. എന്താണ് അങ്ങനെയാണ് എതിർത്ത് നിൽക്കാൻ കഴിയുന്നത്? വിശുദ്ധ ജീവിതമാണ്. പിശാച് അവിടെ നിൽക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധ ജീവിതം ആമേ ഉള്ളോ പിശാചിന് നിൽക്കുവാൻ കഴിയില്ല. ലോകം നമ്മെ പഴിക്കാം, ലോകക്കാർ നമ്മെ വിധിക്കാം. ഭയപ്പെട്ടു പോകരുത്. പ്രൈസലാൽ. ഹല്ലേലൂയ. ദൈവത്തിലേക്ക് തന്നെ ആ മുഖം നോക്കണം. കന്യയെ നോക്കുക. ആമേ അവളെ പഴിച്ചിട്ട്, അവളെ ഉപദ്രവിച്ചിട്ട്, അവളെ ദൂഷിച്ചിട്ട് ആമേൻ അവളുടെ മുഖം ദൈവത്തിൽ നിന്നും അവൾ മാറ്റിയില്ല. പ്രൈസലാൽ. ദൈവത്തിലേക്ക് അവൾ മുഖം വച്ചത് കൊണ്ട് അവളുടെ മുഖം ലജ്ജിച്ചിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ ലജ്ജിപ്പിക്കാത്ത ദൈവമാണ്. ദൈവം നിന്നെ ലജ്ജിപ്പിക്കുകയില്ല. ശത്രുവിന്റെ നടുവിൽ മേശയൊരുക്കുന്ന ഒരു നല്ല ദൈവം നമുക്കിന്ന് പകൽക്കാലം ഉള്ളത് കൊണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവമുഖങ്ങളിലേക്ക് നോക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ഇടയാകല്ലേ. അന്ധകാരത്തിന്റെ ശക്തികളെ, പൈശാചികമായ ബന്ധനങ്ങളെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ശാസിച്ചു ജയമെടുക്കുന്നു. ആമേൻ. അവങ്കലേക്ക് നോക്കിയവർ ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല. അവരുടെ മുഖം പ്രകാശിതനായി തീരുവാനിടയായി. ആമേൻ. സ്വത്രം. ശത്രുക്ക് മേശക്ക് അബേദ്നെഗോവിനെ നോക്കുമ്പോൾ ലോകം വിളിച്ചു പറയാണ് സ്വത്രം, അവന്റെ മുഖം പ്രകാശമായി. അവൻ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോയില്ല. ശത്രുക്കൾ അവനെ പഴിക്കുകയാണ്. കൂർത്ത കല്ലുകൊണ്ടവനെ എറിഞ്ഞപ്പോൾ അവൻ മുകളിലേക്ക് ദൈവത്തിലേക്ക് നോക്കി. ദൈവത്തിന്റെ വലതു ഭാഗത്ത് ക്രിസ്തു നിൽക്കുന്നതായി അവൻ കണ്ടു. ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെ നടുവിൽ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ലോകം നിന്നെ വിധിക്കുമ്പോൾ, ലോകം നിന്നെ കല്ലെറിയുമ്പോൾ, നീ ഇഞ്ചിഞ്ചായി തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കണ്ണ് മനുഷ്യരുടെ മുഖത്തിലേക്കല്ല നോക്കേണ്ടത്, ദൈവമുഖത്തിലേക്ക് നോക്കണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ നമ്മളെ പഴിക്കുമ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നോക്കണം. പ്രൈസ് ദി ലോർഡ്.
കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കുക. നമ്മൾ ദൈവത്തിന്റെ മുഖത്ത് നോക്കാതെ ഇരുന്നു എങ്കിൽ ഈ ഭൂമുഖത്ത് നിന്ന് കാണില്ലായിരുന്നു, നമ്മുടെ തലമുറയും കാണില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പിശാച് ഗോതമ്പ് പോലെ പാറ്റിക്കളയുമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ മുഖത്തിലേക്ക് നോക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ മുഖം പ്രകാശമായി തീരും. നിങ്ങളുടെ ശത്രുക്കൾക്ക് അമ്മയെ ഭയന്നു പോകുക, നിങ്ങളുടെ ശത്രുക്കൾ തന്നെ അമ്പരന്നു പോകും. ഇത് എങ്ങനെ സംഭവിച്ചു, എവളെങ്ങനെ സംഭവിച്ചു? അപ്പോൾ നിനക്ക് പറയുവാൻ കഴിയണം, ഞാൻ എന്റെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ട് ദൈവം എന്റെ തലമുറകളെ അനുഗ്രഹിച്ചു, എന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു, ദൈവം എന്നെയും അനുഗ്രഹിച്ചു. അടുത്ത വാക്യം വായിക്കുകയാണ്. ഈ എളിയവൻ നിലവിളിച്ച ഗോവ കേട്ട്. ദൈവമക്കളെ, നമ്മൾ എളിയവനാണ്, ഒന്നിനും പ്രയോജനമില്ലാത്തതാണ്, ചപ്പും ചവറുമാണ്, അമേ ചത്ത നായ്ക്ക് തുല്യമാണ്. സ്തോത്രം ചെയ്യുന്നു. നിലവിളിക്കണം. അവിടെ കിടന്ന് നിലവിളിച്ചപ്പോൾ യഹോവ കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നീതിമാന്മാരെ അല്ല തേടി വന്നത്, ഞാൻ പാപികളെ അത്രേ തേടി വന്നത്. പ്രൈസ് ദി ലോർഡ്. ആരാണ് പാവി? എളിയവരാണ് പാപികളാരെന്ന് പറയുന്നത്. നമ്മളാണ് പാപികൾ, നമ്മളാണ് ഒന്നിനും പ്രയോജനമില്ലാത്തവർ. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് നമ്മെ ചവിട്ടി മെതിച്ചവർ, ഒരു കാലത്ത് നമ്മെ പരിഹസിച്ചവർ, ഒരു കാലത്ത് നമ്മെ നോക്കി ചിരിച്ചവർ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ നമ്മളാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ. ഞാനൊരു മനുഷ്യനെ ഓർക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം ദൈവദാസനാണ്. ആ ദൈവദാസൻ ഇതുപോലെ പ്രസംഗിച്ചു കൊണ്ട് നിന്നപ്പോൾ ഒരു വ്യക്തിയെ ശപിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പൊതുസഭയിലാണ് ശപിച്ചത്. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അവനും അവന്റെ സന്തതികളും ആമേൻ ഈ ഭൂമിയിൽ മരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ മരിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കുക, സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളെ, ഇന്ന് വരെയും മരിച്ചില്ല. അവൾ ജീവനുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് അവർ നോക്കുന്നത് കൊണ്ട് അവരുടെ മുഖം പ്രകാശമായി തീരും. അവരും അവന്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുക. ഇന്ന് പകൽക്കാലം ആരാണോ ശപിക്കുന്നത്, സ്തോത്രം ചെയ്യുന്നു, അത് ഇസ്രായേൽ മക്കൾക്ക് ഫലിക്കുകയില്ല. ആ വിചാരം അവന് ഏൽക്കുകയില്ല. ലക്ഷണ വിജയം ഫലിക്കുകയില്ല. എന്തുകൊണ്ടെന്നറിയാമോ? അവർ ദൈവത്തിലേക്ക് നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നോക്കി കരയുന്നു. വേഴാമ്പലിനെ പോലെ, ദൈവമേ, ഈ ഭൂമിയിൽ അനേക നന്മകളുണ്ട്, അതെനിക്ക് അനുഭവിക്കുവാൻ അതെനിക്ക് വേണ്ട. ഈ ഭൂമിയിലുള്ള എനിക്ക് വേണ്ട കർത്താവേ. ഉയരത്തിൽ നിന്നപ്പോ വെള്ളം വരാ, അത് കാർമേഘങ്ങൾ കാണുമ്പോൾ കറുക്കുമ്പോൾ ആ വേഴാമ്പൽ സന്തോഷിക്കുക. മഴ പെയ്യുമ്പോൾ അത് വാ തുറന്ന് ദാഹം തീർക്കുന്നത് പോലെ വേദനയുടെ നടുവിലിരിക്കുന്ന ദൈവമക്കളെ, ദുഃഖങ്ങളുടെ നടുവിലിരിക്കുന്ന ദൈവമക്കളെ, എല്ലാവരും നിന്നെ പഴിച്ചോ, എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചോ, എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞോ. നീ ദൈവത്തിന്റെ മുഖത്തിലേക്ക് നോക്കുന്നു എങ്കിൽ നിന്റെ മുഖം പ്രകാശമായി തീരും. ഹല്ലേലൂയ. നിന്റെ മുഖം പ്രകാശമായി തീരും. നീ എളിയവനാണ്. കർത്താവേ, ഞാൻ എളിയവനാണ്, ഒന്നിനും പ്രയോജനമില്ലാത്തവനാണെന്ന് ദൈവ സന്നിധിയിൽ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആരാണ് ദൈവസന്നിധിയിൽ താഴ്ത്തുന്നത്? പ്രൈസ് ദി ലോർഡ്. എന്ന് പകൽക്കാലം ആരെങ്കിലും വേദനയുടെ നടുവിലായിരിക്കുന്നു, ഈ ദൈവവചനം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവന്റെ പാദപീഠത്തിൽ നിന്റെ സകല ചിന്താകുലങ്ങളും വയ്ക്കുക. ദൈവമേ, എനിക്ക് ചുമക്കുവാൻ കഴിയുന്നില്ല. കഴിഞ്ഞ കാലത്തിൽ ഞാൻ ചുമന്ന് കർത്താവ്, എന്റെ കഴുത്തൊടിഞ്ഞുപോയി കർത്താവ്. ഞാൻ ദുഃഖത്തിലായിരിക്കുന്നു, ഞാൻ പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കുന്നു, ഞാൻ ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്നു. ഈ ഭാരം നിന്റെ കയ്യിൽ തരുന്നു. എന്റെ ഭാര്യയെ ഓർത്ത്, എന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, എന്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഇതാ നിന്റെ പാദപീഠത്തിലാണ് വച്ചിരിക്കുന്നത്. എന്റെ സകല ചിന്താകുലങ്ങളും നിന്റെ പാദപീഠത്തിൽ വെച്ചു. എനിക്കതിന് ചുമക്കുവാൻ കഴിയില്ല. എന്റെ മക്കളെ നിനക്ക് തന്നിരിക്കുന്നു, എന്റെ പ്രിയപ്പെട്ടവനെ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു, എന്റെ പ്രിയപ്പെട്ടവളെ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. അക്ക കർത്താവേ, നിന്റെ ഇഷ്ടം നിവർത്തിയാക്കണമേ. എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിവർത്തിയാകണമേ കർത്താവേ. ആമേൻ. സ്തോത്രം. അടുത്ത വാക്യം എന്താണ് അവിടെ പറയുന്നു? സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അവന്റെ സകല കഷ്ടതയിൽ നിന്നും അവനെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. എളിയവന്റെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ തക്കതായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവമാക്കുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നമ്മളെ പല കഷ്ടതയിൽ നിന്നും വിടുവിക്കാതെ ഇരുന്നു എങ്കിൽ ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എത്രയോ കഷ്ടങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. നേരത്തെ ഇവിടുത്തെ കേട്ട സാക്ഷ്യം തന്നെ പ്രൈസ് ദി ലോർഡ് നമുക്കൊരു അനുഭവമാണ്. സ്വതം ചെയ്യുന്നു. കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. എത്രയോ സംഭവങ്ങൾ അടിയന്റെ ജീവിതത്തിൽ ആമേൻ പറയുവാനുണ്ട്. കഷ്ടതയിൽ നിന്ന് വിടുവിച്ച ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് അവൻ വിടുവിച്ച്? അടുത്ത വാക്യം പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. യഹോവയുടെ ദൂതനാണ്. യഹോവയുടെ ദൂതൻ സകല കഷ്ടതയെന്ന് നിന്നെ വിടുവിക്കുവാൻ ശക്തനാകുന്ന ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. തകർന്നു പോകരുത്, നീ തകർന്നു പോകരുത്, നിരാശപ്പെടരുത്. യേശു നിന്നെ വിടുവിക്കും. ദൂതന്മാരെ വിടുവിക്കും. സകല കഷ്ടതയിൽ നിന്ന് വിടുവിക്കുവാൻ ദൂതന്മാരുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവദൂതന്മാരുണ്ട്. നമ്മൾ അവരെ കാണുന്നില്ല. നമ്മൾ സുഖമായി കിടന്നുറങ്ങുന്നു, സുഖമായി യാത്ര ചെയ്യുന്നു. പക്ഷേ നമുക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്നത് യഹോവയുടെ ദൂതനാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ കഴിവോ മിടുക്കല്ല. ആമേൻ. ദൈവത്തിന്റെ ദൂതനാണ്. വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്ന മക്കളെ കാത്തു പരിപാലിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയോ ഉപവാസവും കൊണ്ടല്ല, ദൈവത്തിന്റെ ദൂതന്മാരാണ് കാത്തു പരിപാലിക്കുന്നത്. അത് ദൈവത്തിന് കൊടുക്കണം മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാഹനം ഓടിക്കുന്ന നമ്മളെ മക്കളെ കാത്തു സൂക്ഷിക്കുന്നത് അത് യഹോവയുടെ ദൂതനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഗിദെയോനെ നോക്കുക. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി, ദാരിദ്ര്യത്തിന്റെ നടുവിൽ ഗോതമ്പ് പറിക്കുമ്പോൾ ദൈവദൂതൻ അവിടെ പ്രത്യക്ഷപ്പെടുവാനിടയായി. പരാക്രമശാലിയെ, നിന്നോട് ദൈവമുണ്ട്. ദൈവമക്കളെ, നിങ്ങളോടുകൂടി ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദൂതനെ അയക്കുന്നത്. ഹല്ലേലൂയ. നീ ദൈവത്തെ അറിയാതെ ഇരുന്നു എങ്കിൽ, ദൈവം നിന്നെ അറിയാതെ ഇരുന്നു എങ്കിൽ, പിശാച് നമ്മളെ തകർത്ത് കളയേണ്ട എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് പിശാചിന്റെ കരത്തിൽ ദൈവം ഏൽപ്പിക്കാതെ ദൂതന്മാരെ കൊണ്ട് കാത്തു പരിപാലിച്ച ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര നല്ലവൻ എന്നെ സുനായകൻ, ആമേൻ. എത്ര നല്ലവൻ എണ്ണിയാൽ ആമേൻ. എണ്ണിയാൽ എത്ര നല്ലവൻ